ആകാശവാണി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്തെ മത്സര പരീക്ഷകളുടെയും തൊഴിൽ റിക്രൂട്ട്മെന്റുകളുടെയും സുതാര്യതയും വിശ്വാസ്യതയും വീണ്ടെടുക്കുന്നതിനായുള്ള അതിനിർണായകമായ ചുവടുവയ്പ്പാണ് പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളും സംഘടിതമായ നിയമലംഘനങ്ങളും ഫലപ്രദമായി തടയുന്നതിനായി ദ്രുതഗതിയിലുള്ള അന്വേഷണം, പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വഴിയുള്ള വേഗത്തിലുള്ള വിചാരണ, പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം, അപ്പീലുകൾ സമയബന്ധിതമായി തീർപ്പാക്കൽ, കൂടുതൽ കർശനമായ ശിക്ഷാ വ്യവസ്ഥകൾ എന്നിവ ഉറപ്പാക്കുന്നതാണ് ബിൽ. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമത്തിലെ വ്യവസ്ഥകൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഈ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി. ബിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവയ്ക്കുക കൂടി ചെയ്തതോടെ നിയമം പ്രാബല്യത്തിൽ വന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. സമീപ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷകളുമായി ബന്ധപ്പെട്ട സംഘടിതമായ ക്രമക്കേടുകളും കണക്കിലെടുത്ത് നിലവിലുള്ള നിയമ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. കൂടുതൽ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തുക, പൊതുപരീക്ഷകളുടെ വിശ്വാസ്യതയും സുതാര്യതയും സംരക്ഷിക്കുക എന്നിവയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നീറ്റ് UG പരീക്ഷയിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യുകയും ഇതിനെതിരെ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ 2024 നിയമം ഇത്തരം സംഘടിതമായ കുറ്റകൃത്യങ്ങളെ വേഗത്തിൽ വിചാരണ ചെയ്യാനോ കഠിനമായ ശിക്ഷ നൽകാനോ പര്യാപ്തമല്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ശിക്ഷാ നടപടികൾ കുത്തനെ ഉയർത്തിക്കൊണ്ടുള്ള 2026 ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ബിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം വിശ്വസനീയവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा और जल्द से जल्द आने वाली परीक्षाओं की विश्वसनीयता को सुनिश्चित करने का काम इसके रिपोर्ट के आधार पर कर दिया जाएगा. മുൻ IB ഡയറക്ടർ തപൻ ദേക്ക, ISRO മുൻ ചെയർമാൻ S സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ V കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃതലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ നിരന്തര പ്രയത്നം നടത്തുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ പരീക്ഷാ സംവിധാനങ്ങളിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ वीडियो संदेशത്തിലൂടെ അറിയിച്ചു. दोनों सदनों ने कठोर प्रावधानों वाले इस बिल को पास कर दिया है. अब विश्वस्त परीक्षा पद्धति की दिशा में जाने में एक महत्वपूर्ण काम पूर्ण हुआ है. काम आगे भी चलता रहेगा. हम ऐसी परिस्थितियों को लंबे समय तक नहीं चलने देंगे. इस विश्वास के साथ साथियों, आइए हम सब मिल करके विकसित भारत के स्वप्न को पूर्ण करने के लिए कंधे से कंधा मिलाकर के चले. പൊതുപരീക്ഷകളിൽ ക്രമക്കേടുകൾ നടത്തുന്നവർക്കുള്ള ശിക്ഷ കൂടുതൽ കർശനമാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ ബിൽ. നിലവിൽ കുറഞ്ഞത് 3 വർഷം മുതൽ പരമാവധി 5 വർഷം വരെ തടവ് ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഇത് കുറഞ്ഞത് 5 വർഷവും പരമാവധി 10 വർഷവുമാക്കാൻ ബിൽ ശുപാർശ ചെയ്യുന്നു. ഇതോടൊപ്പം പരമാവധി പിഴ നിലവിലെ 10 ലക്ഷം രൂപയിൽ നിന്ന് 50 ലക്ഷം രൂപയായി ഉയർത്താനും നിർദ്ദേശമുണ്ട്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായി കണ്ടെത്തുന്ന സേവനദാതാക്കൾക്കുള്ള പരമാവധി പിഴ 1 കോടിയിൽ നിന്ന് 5 കോടി രൂപയായി ഉയർത്താൻ ബിൽ നിർദ്ദേശിക്കുന്നു. ഇതോടൊപ്പം പൊതുപരീക്ഷകൾ നടത്തുന്നതിൽ നിന്ന് ഇവരെ വിലക്കുന്ന കാലയളവ് 4 വർഷത്തിൽ നിന്ന് 8 വർഷമായി ദീർഘിപ്പിക്കാനും ശുപാർശയുണ്ട്. സേവനദാതാക്കളുടെ ഭരണനിർവഹണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കുള്ള ശിക്ഷയും ബില്ലിലൂടെ കർശനമാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഇവർക്കുള്ള തടവ് ശിക്ഷ കുറഞ്ഞത് 5 വർഷം മുതൽ
പരമാവധി 10 വർഷം വരെയായി ഉയർത്താനും പരമാവധി പിഴ 1 കോടി രൂപയിൽ നിന്ന് 5 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷകളുമായി ബന്ധപ്പെട്ട സംഘടിത കുറ്റകൃത്യങ്ങളെ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് കുറഞ്ഞ തടവ് ശിക്ഷ 5 വർഷത്തിൽ നിന്ന് 7 വർഷമായി ഉയർത്താൻ ഭേദഗതി ബിൽ നിർദ്ദേശിക്കുന്നു. ഇത് പരമാവധി 10 വർഷം വരെയാക്കി നീട്ടാനും ഇതോടൊപ്പം പരമാവധി പിഴ 1 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയായി വർദ്ധിപ്പിക്കാനും ശുപാർശയുണ്ട്. നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഇതിനായി രൂപീകരിച്ച പ്രത്യേക ടാസ്ക് ഫോഴ്സിന് കൈമാറാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതാണ് ബില്ലിലെ മറ്റൊരു പ്രധാന നിർദ്ദേശം. കേസുകളുടെ അന്വേഷണവും വിചാരണയും വേഗത്തിലാക്കുന്നത് ഉറപ്പാക്കാൻ 12A എന്ന പുതിയ വകുപ്പ് ഉൾപ്പെടുത്താൻ ബിൽ നിർദ്ദേശിക്കുന്നു. ഇതനുസരിച്ച് അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കുക, ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുടെ ദൈനംദിന വിചാരണയ്ക്കായി സെഷൻസ് കോടതികളെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികളായി നിയോഗിക്കുക, കുറ്റപത്രം സമർപ്പിച്ച തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കുക, ഓരോ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലും പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുക എന്നിവ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ഏതെങ്കിലും വിധിന്യായം, ഉത്തരവല്ലെങ്കിൽ ശിക്ഷാവിധി എന്നിവയ്ക്കെതിരെയുള്ള അപ്പീലുകൾ 30 ദിവസത്തിനകം ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതാണെന്നും അത്തരം അപ്പീലുകൾ പരമാവധി 3 മാസത്തിനുള്ളിൽ തീർപ്പാക്കേണ്ടതാണെന്നും വ്യവസ്ഥ ചെയ്യുന്ന 12B എന്ന പുതിയ വകുപ്പ് ഉൾപ്പെടുത്താനും ബിൽ നിർദ്ദേശിക്കുന്നു. 2024 ഫെബ്രുവരി 12 പാസാക്കുകയും 2024 ജൂൺ 21 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്ത 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള സമഗ്രമായ ഒരു ദേശീയ നിയമ ചട്ടക്കൂട് ഉറപ്പു നൽകുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര സർക്കാരിന്റെ മന്ത്രാലയങ്ങളും വകുപ്പുകളും അവയുടെ അനുബന്ധ ഓഫീസുകൾ നടത്തുന്ന പരീക്ഷകൾക്കും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന മറ്റ് അധികാര സ്ഥാപനങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. തടവ് ശിക്ഷ, പിഴ, സ്വത്തു കണ്ടുകെട്ടൽ എന്നിവയുമായി ബന്ധപ്പെട്ട കർശന വ്യവസ്ഥകളുള്ള ഈ നിയമപ്രകാരം എല്ലാ കുറ്റകൃത്യങ്ങളും ജാമ്യമില്ലാത്തതും ഒത്തുതീർപ്പാക്കാൻ കഴിയാത്തതും പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്നതുമാണ്. ചോദ്യപേപ്പർ ചോർച്ച, ആൾമാറാട്ടം, സംഘടിതമായ കോപ്പിയടി എന്നിവയുൾപ്പെടെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നിയമപരമായ ചട്ടക്കൂടിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം വേഗത്തിലുള്ള അന്വേഷണവും വിചാരണയും അപ്പീലുകളിൽ യഥാസമയം തീർപ്പ് കൽപ്പിക്കലും പുതിയ ഭേദഗതികളിലൂടെ ഉറപ്പാക്കുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം ശക്തമാക്കുന്നതിലൂടെയും ഉടനടി നീതി ലഭ്യമാക്കുന്നതിലൂടെയും പൊതുപരീക്ഷകളുടെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്താനും കഠിനാധ്വാനികളും അർഹരുമായ ഉദ്യോഗാർത്ഥികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും രാജ്യത്തെ പൊതുപരീക്ഷാ സംവിധാനത്തിന്റെ സുതാര്യതയിലും നിഷ്പക്ഷതയിലുമുള്ള ജനവിശ്വാസം കൂടുതൽ ദൃഢമാക്കാനും ഈ ഭേദഗതി ബിൽ ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. In 2024, this bill was brought in to reassure the students that their future is safe. So we learned from the experience of the 2024 Act and the subsequent sequence of events, like any responsible government should do. And therefore, this amendment is being brought in to make the law more stringent, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated. അതേസമയം വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് എംപി ഗൗരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ്വാദി, DMK തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്തു വന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോൾ അതീവ ചെലവേറിയതായി മാറിയിരിക്കുകയാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചു. നീറ്റ് UG പരീക്ഷ നടത്തുന്നതിനായി ചെലവഴിക്കുന്ന തുക രാജ്യത്തിന്റെ ആകെ വിദ്യാഭ്യാസ ബജറ്റിനേക്കാൾ കൂടുതലാണെന്നും അദ്ദേഹം സഭയിൽ ആരോപിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആശങ്കകളാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ മാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the future generation of this country, and I feel that all political parties must respect this expression, including my friends in the BJP. There is nothing wrong with what has happened, and every Indian should be proud. ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് ഭേദഗതി ബിൽ പര്യാപ്തമല്ലെന്ന് NK പ്രേമചന്ദ്രൻ MP വിമർശിച്ചു.
പരീക്ഷാ സംവിധാനത്തെ സുതാര്യവും വിശ്വസനീയവും നീതിയുക്തവുമാക്കുക എന്നതാണ് പുതിയ പൊതുപരീക്ഷാ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രതികരിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ഉന്മൂലനം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുപരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിച്ച് വിദ്യാർത്ഥികൾക്ക് തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിൽ പാസായതിൽ രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട ആരെയും വെറുതെ വിടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ലോക്സഭയിൽ ശബ്ദ വോട്ടോടെ പാസാക്കിയ ബിൽ രാജ്യസഭയുടെ പരിഗണനയ്ക്കായി അവതരിപ്പിച്ചതും കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ്. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ശ്രീ സിംഗ് പറഞ്ഞു. അതേസമയം ബിൽ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമാകില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. സുതാര്യമായ പരീക്ഷകൾ ഉറപ്പാക്കാനുള്ള കർശനമായ വ്യവസ്ഥകൾ ഇതിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു. सभापति जी, इस अमेंडमेंट बिल का हम स्वागत करते हैं, लेकिन ये अभी भी अधूरा है. पेपर लीक होने से रोकने की मजबूत व्यवस्था इसमें नहीं है, लेकिन आपका इंटेंशन आपने इसमें नहीं बताया. इसको कैसा रोकना. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബില്ല് ഇരുസഭകളിലും പാസായത്. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ത്യയിലെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ അനിവാര്യമായ ഒരു പരിഷ്കരണമാണ്. പരീക്ഷകളുടെ സുതാര്യത കാത്തുസൂക്ഷിക്കുന്നതിനൊപ്പം കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാനും ഈ ഭേദഗതികൾ സഹായിക്കും. നിയമത്തിന്റെ കർശനമായ നടപ്പാക്കലിലൂടെ മാത്രമേ പരീക്ഷാ സമ്പ്രദായത്തെ പൂർണ്ണമായും ലീക്ക് പ്രൂഫാക്കി മാറ്റാനും രാജ്യത്തെ കോടിക്കണക്കിന് യുവതലമുറയുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും സാധിക്കുകയുള്ളൂ. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം ഉദയൻ കിളിയന്നൂർ.